ഇവിടെ നടന്ന സംഭവം ഒന്നും അറിഞ്ഞില്ലല്ലോ. നീ വന്നാ? വന്ന് നിന്നെ കാത്തിരിക്കായിരുന്നു. എന്താണ്? എന്താന്ന് വെച്ചാ ആകെ നാണക്കേടായടാ. ഇന്നലെ ഉണ്ണിയോമൻ കുടിച്ച് വന്ന് ബഹളം വെച്ച് അയലൊക്കെക്കാരൊക്കെ കണ്ട ആകെ ചോദിച്ചു നോക്ക്. ഇവിടെ കിടന്ന് അഴിഞ്ഞാട്ടം നടത്തായിരുന്നു. നാട്ടുകാർ മൊത്തം ഇങ്ങനെ നോക്കുന്നു. അപ്പുറത്തെ സ്റ്റെല്ല ചേച്ചി മക്കളും എല്ലാരും ഇറങ്ങി നിന്ന് എന്തോന്ന് ഇവിടെ നടക്കണമെന്ന് ഭൂകമ്പമായിരുന്നു. വീടിനെ മറിച്ചു വെച്ചു. ഞാൻ നോക്കുമ്പോഴേ ആ വീട്ടിലെ ടെറസിന്റെ മേളിലൊക്കെ ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുക. നോക്കി ചിരിക്കുന്നു എല്ലാരും. സഹിക്കാൻ പറ്റുന്നില്ലടാ. ആകെടായി. അത് മാത്രല്ല അങ്കളെ എന്നെ തള്ളിയിട്ട്. നീ മിണ്ടരുത്. ഇവള് ഒറ്റൊരുത്തിയാണ് എല്ലാത്തിനും കാരണം. ഇവളെന്ത് ചെയ്തു? ഇവളെന്ത് ചെയ്തെന്നാ അമ്മ പറഞ്ഞോട്. നീ നാട്ടിൽ പോയപ്പോ മാമനെ കൊണ്ടുപോയില്ലല്ലോ. മാമന് അതിൽ നല്ല കലിയുണ്ടായിരുന്നു. ഇവളെന്ത് ചെയ്ത് അതിൽ പോയി എരുതിയിൽ എണ്ണ ഒഴിച്ച്. ചേട്ടന് ഞാൻ ഉത്സവത്തിന് അവർ വിളിച്ചോണ്ട് പോയല്ലേ. ഉത്സവത്തിലാണെങ്കിൽ ഇവരെ കൊണ്ടുപോവാ. അല്ല ഇവളെന്ത് ചെയ്യുന്നു? മാമൻ എന്നിട്ട് ഇവന്റെ അടുത്ത് 2 ചോദ്യം ചോദിക്കണമായിരുന്നു. അതിനുള്ള ധൈര്യം കിട്ടാനാണ് മാമൻ പോയി കള്ളു കുടിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇവള് പറഞ്ഞോണ്ടാണല്ലോ കുടിച്ചത്. അത് തന്നെ ഇവര് പറയാനായിട്ട് ഞാൻ കള്ള് വായന ഒഴിച്ചു കൊടുത്തു. വായിൽ കള്ള് ഒഴിച്ചു കൊടുക്കണ്ട. നീ മനസ്സിൽ കുറെ വിഷം കുത്തി നേർച്ചിട്ടുണ്ട് കേട്ടോ. അതെ അച്ഛാ, ഉണ്ണി അപ്പൂന് ബോധം വരുമ്പോ കാര്യം എന്താണെന്ന് അറിയാലോ. അപ്പൊ മനസ്സിലാക്കിക്കോ. നിർത്ത്. അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇതിനൊരു പോംവഴിയാണ്. ഉണ്ണിപ്പിള്ള എവിടെ? അതല്ലേ ഇന്നിപ്പോ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വേണ്ടി പിള്ളേരെ പറഞ്ഞു കേട്ടോ. ആളവിടെ കാണാനില്ലേ. ഇനി എത്ര കാലം വരും കണ്ടറിയാം. ഇന്നലത്തെ എന്റെ ഇത് മാറിയിട്ടില്ല. ഇനി ഇങ്ങനെ വിട്ടാ ശരിയാവൂലടാ. ഇതൊരു തീരുമാനമാക്കണം. കുടിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ കുടിച്ച ഇതേപോലെ വൃത്തികെട്ട മനുഷ്യൻ വേറെ ഇല്ല. ഇതിനൊരു പരിഹാരം ഞാൻ കണ്ടുപിടിച്ചോളാം. നീ വരട്ടെ. ഇന്ന് കുടിക്കാനല്ലേ പോയത്? വരട്ടെ. നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഇവിടുത്തെ അവസ്ഥ അതായിരുന്നു. എന്തായാലും നീ എന്നെ ഇതിന്റെ ഒരു തീരുമാനം ഉണ്ടാക്കാം. വരാൻ എനിക്ക് നാരങ്ങ വെള്ളമല്ലേ വേണ്ട. ഞാൻ കൊണ്ടുവരാം. ഒരു വെള്ളം വേണ്ട ചേട്ടത്തി.